ഈ മാർക്കോ പോലൊരു സിനിമകളോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കാർട്ടൂണുകൾ, പലതരം കാർട്ടൂണുകൾ കുട്ടികളെ വളരെ രീതിയിൽ വയലൻസിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആഹ് ഒന്ന്, മാതാപിതാക്കൾ വിദ്യാർത്ഥി അല്ല മക്കൾ എന്തൊക്കെയാണ് കാണുന്നത് അത് ശ്രദ്ധിക്കണം. അവർക്ക് ജോലിക്ക് പോകുന്ന ക്ഷീണമോ അല്ലെങ്കിൽ വീട്ടുകാർ തമ്മിലുള്ള സംഘർഷമോ എല്ലാം കാരണം മക്കളെ ശ്രദ്ധിക്കാനുള്ള സമയം കുറയുകയും അവരെന്തൊക്കെയാ കാണുന്നത് അവരെന്തൊക്കെയാ നോക്കുന്നത് എന്നുള്ള ശ്രദ്ധ കുറയുകയും ചെയ്യുമ്പോൾ മക്കള് പല പല കാര്യങ്ങൾ കാണുകയും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായി വളരണം. പകരം ഇവര് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്നതെല്ലാം കണ്ട് കുഞ്ഞിലെ തന്നെ അഡൽസ് എന്ന രീതിയിലാണ് വരുന്നത്. അവരിലാണ് ഏറ്റവും കൂടുതൽ അക്രമവും ഉള്ളിലോട്ട് ഇരച്ചു കയറുന്നത്. ശരി ഇവർക്ക് അവരുടെ സർഗാത്മക കഴിവുകളും ഓരോ വികാസങ്ങളും വരുത്താനുള്ള ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ അവർ ഈ വയലൻസിന്റെ പുറയിലോ അല്ലെങ്കിൽ ലഹരിയുടെ പുറയിലോ പോയില്ല. ശരി, അപ്പോൾ നമ്മൾ അതിനുള്ള സ്പേസ് ഉണ്ടാക്കണം എന്നാണ്. ശ്രീമതി ജയ, ഈ ഒരു വിമർശനം, അതായത് നമ്മൾ പുതിയ കാലത്തെ കുഞ്ഞുങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടോ പുതിയ ആധുനികമായ സമീപന രീതി കൊണ്ടോ ആണെങ്കിൽ മറികടക്കാൻ കഴിയൂ, പഴയതുകൊണ്ട് കഴിയില്ല എന്നാണ്. അതേസമയം കുട്ടികളെ തല്ലാൻ ആളുകളെ പ്രേരിപ്പിക്കും വിധത്തിലുള്ള ഒരു പബ്ലിക് അറ്റ്മോസ്ഫിയർ, ഒരു മുറവിളി അങ്ങേപ്പോലുള്ള അധ്യാപകർ, മുതിർന്ന അധ്യാപകർ ഉണ്ടാക്കിയെടുക്കുന്നു. അതിനകത്തൊരു ഉത്തരവാദിത്വ പ്രശ്നമുണ്ട്, നിരുത്തരവാദപരമാണ് എന്ന വിമർശനം ഒരു വശത്തുണ്ടല്ലോ, അത് കേൾക്കുന്നില്ലേ? ഇപ്പം ഇവിടെ ഇപ്പം കുറ്റവാളികളാക്കിയിരിക്കുക അടിക്കുന്ന ടീച്ചർമാരെ. എനിക്ക് ഡോക്ടറിനോട് പറയാനുള്ളത്, ഡോക്ടറെ കാണാൻ ആർക്കും വരാൻ ഇടവരുതേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരാൾക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ രണ്ടാമത് എനിക്കിതെല്ലാം കൂടെ ഒന്നിച്ച് മറുപടി പറയാൻ നിങ്ങൾ സമയം തന്നില്ല. ഒന്നിച്ച് എനിക്ക് മറുപടി പറയാനും പറ്റത്തില്ല. അന്നേരം പറയാനായിരുന്നു ഞാൻ ചടുപടാന്ന് മറുപടി പറഞ്ഞേന്. എന്നാന്ന് ചോദിച്ചാൽ ഈ കുട്ടികൾ ഈ മാധ്യമങ്ങളും സിനിമ, സീരിയല് ഇതൊക്കെ അവിടെ അടിയും വഴക്കും നടക്കുന്നതൊക്കെ കണ്ടു പഠിച്ചിട്ട് അവർ ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഈയിടെ ഇപ്പോൾ ഉണ്ടായ ആ 10ാം ക്ലാസ്സുകാരി ആ കുട്ടിയെ കൊന്നത്, അവർ രണ്ടുപേരും അടുത്ത ബെഞ്ചിൽ അടുത്തടുത്തിരുന്ന ഫോട്ടോ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ കാണിക്കുക. 1ാം ക്ലാസ് തൊട്ട് ഒന്നിച്ച് പഠിച്ച കുട്ടികൾ രണ്ടും കൂടെ, അവനൊന്നും ചെയ്യുന്നില്ല, ചത്ത കുട്ടി ഒന്നും ചെയ്യുന്നില്ല. മറ്റേ കുട്ടി കൊന്നവന് ഇവനെ ചമ്മന്തി പരുവത്തിൽ ചതക്കിയായിരുന്നു. അപ്പോൾ ആ കുട്ടികൾ രണ്ടുപേരും ചെറുപ്പം തൊട്ട് ഒന്നിച്ചിരുന്ന് വളർന്നവരാ. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത്? എന്തോ വൈരാഗ്യം അവന് കുടുങ്ങിയിട്ടുണ്ട്. എന്തോ വൈരാഗ്യം കുടുങ്ങിയിട്ടാണ് അവനെ ലാസ്റ്റ് തല്ലി കൊല്ലുന്നതെന്നാണ് ഞാൻ കണ്ടെത്തിയത്. അല്ലാതെ ഇത് ഇന്നും ഉണ്ടായ പ്രശ്നമല്ല. അവൻ കൂകാൻ പോയിട്ടുമില്ലായിരുന്നു.